അസ്സലാമു അലൈക്കും, നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്നലെ ഒരു മഴ പെയ്തു, സ്വിച്ചിട്ട പോലെ. കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞു 5 ദിവസം കേരളത്തിന് മഴയുണ്ട്. നമ്മുടെ ഈ 6 വരിപ്പാത നാഷണൽ ഹൈവേ 66, ദേശീയപാത 66, അത് നമ്മൾ തലപ്പാടിയിൽ നിന്നും ചെങ്കള വരെ 41 കിലോമീറ്റർ. അത് പകുതി വരെ നമ്മുടെ ഈ തലപ്പാടി മേഖല പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇനി ഫുട് ഓവർ ബ്രിഡ്ജ് അതൊക്കെ നടന്നു കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ, തമിഴ്നാട്ടിൽ. അതുപോലെ തന്നെ അണ്ടർപാസ് എല്ലാം കഴിഞ്ഞു. ഈ പൂർത്തിയായ ഈ റോഡ്, നമ്മുടെ 6 വരിപ്പാത, ഒരു മഴക്ക് അത് വെള്ളപ്പൊക്കമായി മാറി. നാഷണൽ ഹൈവേയിൽ മൊത്തം വെള്ളമാണ്. നാഷണൽ ഹൈവേയുടെ ഈ 66ന്റെ റോഡിന്റെ സൈഡിലുള്ള വീടുകളിൽ വെള്ളം കയറി. ശാസ്ത്രീയപരമായി നിർമ്മിച്ചു. പല എഞ്ചിനീയർമാരും അടക്കം ഈ ULCCന്റെ പല ആൾക്കാരൊക്കെ അതിനെ പ്ലാൻ ചെയ്ത് അവർ ടെൻഡർ എടുത്തതാണ്. 41 കിലോമീറ്റർ സബ് കമ്പനിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൃത്യമായി ULCC ആണ് ടെൻഡർ എടുത്തിട്ടുള്ളത്. അവരാണ് പൂർത്തീകരിച്ചത് ഈ 41 കിലോമീറ്റർ, നമ്മുടെ ചെങ്കള വരെയുള്ള കിലോമീറ്റർ. എന്തൊരവസ്ഥയാണ്! ഇനി ഈ റോഡ്, ഈ നാഷണൽ ഹൈവേ ഇനി ജനങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്? എങ്ങനെയാണ് സഞ്ചരിക്കാൻ പറ്റുന്നത്? നമ്മുടെ ഭരണഘടന പറയുന്ന സഞ്ചാര സ്വാതന്ത്ര്യമല്ലേ ഈ റോഡ് ഉണ്ടാക്കുന്നതിലൂടെ നിഷേധിച്ചത്? കൃത്യമായി എന്തുകൊണ്ട് അവർ റോഡ് ഉണ്ടാക്കിയില്ല? ശാസ്ത്രീയപരമായി എന്തുകൊണ്ട് റോഡ് ഉണ്ടാക്കിയില്ല? 2 സൈഡ് അവിടെ മതിൽ കെട്ടിയത് കൊണ്ട് തന്നെ വെള്ളം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റുന്നില്ല. ഉള്ള കുഴിയൊക്കെ ചെറുതായത് കൊണ്ട് വെള്ളം ഭൂമിയുടെ അകത്തേക്ക് പോകുന്നില്ല. എല്ലാ താഴ്ന്ന സ്ഥലത്തും വെള്ളം നിറഞ്ഞിരിക്കുന്നു. മെയിൻ ഹൈവേയിൽ തന്നെ ഒരു ഭാഗത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒസങ്കാടിയും അതുപോലെ തന്നെ കുഞ്ചത്തൂറും ഉദ്യാവര എല്ലാ ഭാഗത്തും വെള്ളം നിറഞ്ഞിരിക്കുന്നു. അങ്ങോട്ടുള്ള അവസ്ഥ എല്ലാം ഇനി ന്യൂസിൽ വരാൻ പോകുന്നതേ ഉള്ളൂ, വാർത്താ മാധ്യമങ്ങളിൽ വരാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഈ റോഡ് ഉണ്ടാക്കിയതിലൂടെ ജനങ്ങൾക്ക് ഉപകാരമല്ല, ഉപദ്രവമാണ്, ദ്രോഹമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ULCC ഇതിന് മറുപടി പറയണം. ആ ടെൻഡർ വാങ്ങിയവർ അതിനെ അന്വേഷിക്കണം. കൃത്യമായി പ്ലാൻ ഇല്ലാതെയാണ് പല അണ്ടർപാസും അതുപോലെ നിർമ്മിച്ചിരിക്കുന്നത്. കുടുസായ അണ്ടർപാസ്, അതിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു, വെള്ളത്തിന് പോകാൻ പറ്റുന്നില്ല. ഇനി കാലാവസ്ഥ മനുഷ്യർ വിചാരിക്കുന്നത് പോലെയല്ല. ഇപ്പോൾ മഴ വരുന്ന ഒരു അവസ്ഥ കാലഘട്ടമല്ല, എന്നാലും മഴ വരുന്നു. അതിന് പല പരിസ്ഥിതി കാരണങ്ങളുമുണ്ട്. ഇനി ജീവിക്കാൻ കഷ്ടമാണ് മനുഷ്യർക്ക്. പല സ്ഥലങ്ങളിലും വയലുകളിലൊക്കെ ഒറ്റപ്പെട്ട വീടുകളിൽ ഇപ്പോൾ മഴ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ വീട്ടിനകത്തിരിക്കുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ. ഈ റോഡിന്റെ സൈഡിലുള്ള വീടുകളെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇതിന് കാരണക്കാരാണ് ഭരണാധികാരികൾ. നാട്ടുകാരൊക്കെ ഇതിന് കൃത്യമായി പരിശോധിച്ച് അവരോട് അന്വേഷണം നടത്തണം. ഈ ചിലപ്പോൾ ULCCക്ക് പല രാഷ്ട്രീയക്കാർക്കും അതിൽ അവരുടെ ഷെയർ ഉണ്ടാകും. അതൊന്നും ഉണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അന്വേഷിക്കണം എന്തുകൊണ്ട് ഇങ്ങനെയായി. ഇതിന് കൃത്യമായ മറുപടി ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഈ ടെൻഡർ എടുത്ത ULCC മറുപടി പറയണം. കൃത്യമായി മറുപടി പറയണം. ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഒരൊറ്റ മഴ കൊണ്ട്, ഇന്നലെ വൈകുന്നേരം വന്ന മഴ ഇന്ന് രാവിലെ ആകുമ്പോൾ, ഇന്നലെ രാത്രിയൊക്കെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല. ബസ്സിന്, പ്രൈവറ്റ് ബസ്സിന്, അതുപോലെ ഗവൺമെന്റ് ബസ്സിനൊന്നും പോകാൻ പറ്റുന്നില്ല. ആംബുലൻസിന് പോകാൻ പറ്റുന്നില്ല. സ്പീഡായി വരുന്ന ആംബുലൻസിന് പോകാൻ പറ്റുന്നില്ല. വെള്ളം വഴി നടക്കുന്നവരുടെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിച്ചാണ് പല കാറുകളും പോകുന്നത്. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ളമാണുള്ളത്. റോഡിൽ കൃത്യമായി പഴയ 2 വരിപ്പാതയിൽ ഇത്ര കഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ 6 വരിപ്പാത ഇങ്ങനെ അശാസ്ത്രീയമായി നിർമ്മിച്ചത് കൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്നത്. ഭരണാധികാരികളെ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ, ഈ ടെൻഡർ എടുത്ത ULCC, നിങ്ങൾ കൃത്യമായി ഇതിന് മറുപടി പറയുകയും അതിന് വേണ്ട സജ്ജീകരണം, വെള്ളം പോകാനുള്ള സജ്ജീകരണം കൃത്യമായി ഇനി ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക്, ഈ പൗരന്മാർക്ക് ഭരണഘടന അനുശാസിക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യമാണ് നിഷേധിക്കുന്നത്. അതിനെതിരെ ഞങ്ങൾ വേണ്ട സ്ഥലത്തേക്ക് ഈ പബ്ലിക് പോകും. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.